എനിക്ക് നല്ല വിജയപ്രതീക്ഷയുള്ളത്. നിങ്ങൾ ഈ മണ്ഡലത്തിൽ ചുറ്റി സഞ്ചരിച്ച് നിഷ്പക്ഷമതികളെന്ന് കരുതുന്നതായിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ തന്നെ അവർ പറയും. കഴിഞ്ഞ 10 വർഷം ഈ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വലിയ മാറ്റം ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം അടിപൊളി സ്കൂളുകളായിട്ട് മാറി. മിക്കവാറുമുള്ള എല്ലാ സ്കൂളുകളിലും AC ക്ലാസ് മുറികളാണ്, സ്മാർട്ട് ക്ലാസ് മുറികളെന്ന് പറയുന്നത്. അതെല്ലാം പ്രത്യേക പ്രോജക്റ്റിലൂടെയൊക്കെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. ആശുപത്രിയും വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക്. മെഡിക്കൽ കോളേജ് എൻ്റെ മണ്ഡലത്തിലാണ്. അവിടെ ആദ്യമായിട്ടാണ് ഒരു സമഗ്ര വികസന പദ്ധതി കൊണ്ടുവന്നത് 717 കോടിയുടെ. അതിങ്ങനെ നടന്നു വരികയാണ്. പിന്നെ സമീപ ദിവസമാണ് മുഖ്യമന്ത്രി 242 കോടിയുടെ RCCയുടെ ഒരു പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം, 14 നിലകളുള്ള ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതെല്ലാം ഈ പീരീഡിൽ വന്നതാണ്. ആ ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള ചികിത്സാ ഉപകരണങ്ങൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ആ ബ്ലോക്കിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെറും കെട്ടിടമല്ല ഓപ്പൺ ചെയ്തത്, ആ എക്യുപ്മെൻറ്റ്സിന് കൂടിയുള്ള വലിയൊരു പ്രോജക്റ്റായിട്ടാണ് അത് നടപ്പിലാക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആകെ ഒരു കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് 16-ൽ എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അതിന് മുമ്പ് ഉള്ള ആളുകൾ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. 10-70 വർഷം പഴക്കമുള്ള ഒരു പൈപ്പ് ലൈനാണ് നമ്മുടെ ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വാട്ടർ ടാങ്കിലേക്ക് പോകുന്നത്. അതിങ്ങനെ ഏതാണ്ട് പിണ്ണാക്കിൻ്റെ പരുവത്തിലായിപ്പോയി. പ്രഷർ കൊടുത്ത് അപ്പം പൊട്ടും. അതാണ് ഒരു 3-4 സ്ഥലം കൃത്യമായിട്ട് പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് 16-ൽ ഞാൻ MLA വന്നപ്പോഴാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ എൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി നടപ്പിലാക്കി തുടങ്ങി. 81 കോടിയുടെ പ്രോജക്റ്റ്. അപ്പോഴാണ് 2020 ആയപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂ വന്നത്. അപ്പോഴേക്കും നിന്നു.